സ്നേഹമുള്ളവരെ, പലരും പറയാറില്ലേ, ഞാൻ ഒത്തിരി വചനം കേട്ടു, ഒത്തിരി വചനം വായിച്ചു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹീബ്രു പദമാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ഹീബ്രു പദം ഇതാണ്, വറൂഹ എലോഹിം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ റുവ എന്ന് പറയുന്ന ഈ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം ശ്വാസം എന്നാണ്, രണ്ടാമത്തെ അർത്ഥം കാറ്റ് എന്നാണ്, മൂന്നാമത്തെ അർത്ഥം സ്പിരിറ്റ് എന്നാണ്. പക്ഷേ മലയാളം ബൈബിളിൽ ഈ വാക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം എന്നാണ്. വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം വായിക്കണം എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിന് വചനത്തിലൂടെ നമ്മുടെ മേലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കണം എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ വചനം വായിച്ചത് കൊണ്ടോ വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് വചനം വായിക്കുവാനും കേൾക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ വചനം വായിക്കുന്നതിന് മുൻപ് എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെയും, നമ്മുടെ ജീവിതത്തിൽ നമുക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം കേൾക്കുന്നവരായിട്ട് മാറാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു.